നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സൗണ്ട് ബാറിന്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. മിവി എന്ന് പറയുന്ന കമ്പനിയുടെ ഫോർട്ട് S16 എന്ന് പറയുന്ന മോഡലാണ് അൺബോക്സ് ചെയ്തത്. ഇത് 16 വാട്ട്സിന്റെ മിനി സൗണ്ട് ബാർ ആണ്. ഇന്നലെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്തത്. അപ്പോൾ ഇതിന് മുകളിലൂടെ മറ്റൊരു വലിയ പാക്കിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചെറിയൊരു ബോക്സിനുള്ളിൽ നമുക്ക് ഈ ഒരു സൗണ്ട് ബാർ ലഭിച്ചത്. അപ്പം ഈ ബോക്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ബ്ലാക്ക് കളറിന്റെ ഒരു കോമ്പിനേഷനിലെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ബോക്സിലുള്ളത്. ഈ ബോക്സിൽ തന്നെ ബ്രാൻഡിങ്, പ്രൊഡക്റ്റ് മോഡൽ നമ്പർ, അതേപോലെ തന്നെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൂടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസീവ് ആയപ്പോൾ തന്നെ ഞാൻ ഓപ്പൺ ആക്കി ഉപയോഗിച്ച് നോക്കി എങ്ങനെയുണ്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതിന്റെ ഒരു റിവ്യൂ ഞാൻ ഈ വീഡിയോയുടെ അവസാനം തരുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ അവസാനം വരെ കാണണം. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. 1299 രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 16 വാട്ടിന്റെ ഒരു മോഡലുണ്ട്, അതേപോലെ തന്നെ 24 വാട്ടിന്റെ മറ്റൊരു മോഡലൂടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ആക്കിയതാണ്, എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് സൗണ്ട് ബാർ ആണ്. അതൊരു പ്ലാസ്റ്റിക് കവറിൽ ഭദ്രമായിട്ട് പൊതിഞ്ഞ് സെറ്റപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഓൺലൈനിലൂടെയുള്ള സെയിലിംഗ് ആയതുകൊണ്ട് അവിടെ എവിടെയും തട്ടിമുട്ടിയും പൊട്ടലൊന്നും വരാതിരിക്കാൻ വേണ്ടി വളരെ സേഫ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിച്ചിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ നമുക്ക് 2 കേബിൾസ് ലഭിക്കുന്നുണ്ട്. ഒരു ഓക്സ് കേബിൾ ലഭിക്കുന്നുണ്ട്, ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ 2 കേബിൾസ് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. സാമാന്യം നല്ല ക്വാളിറ്റിയുള്ള കേബിൾസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് എല്ലാ ബോക്സിലും കാണാറുള്ളത് പോലെയുള്ള ഒരു വാറണ്ടി കാർഡും യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാറണ്ടി കാർഡിൽ ഒരു QR കോഡാണ് കാണിച്ചിരിക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഒരു വാട്സപ്പ് നമ്പർ ഓപ്പൺ ആവും. ആ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്തതിൻ്റെ ഇൻവോയ്സ് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ വാറണ്ടി രജിസ്റ്റേർഡ് ആവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഇനി ഞാൻ ഈ ബോക്സ് ഒക്കെ മാറ്റി വെച്ച് നേരെ പ്രൊഡക്റ്റിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. മിനി സൗണ്ട് ബാർ ആണ്. വലിയ വലിപ്പം, നിങ്ങൾ സൗണ്ട് ബാർ എന്നൊക്കെ കേട്ടപ്പോൾ ചിലപ്പം വലിയ വലിപ്പമുള്ള ഒരു സൗണ്ട് ബാർ ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് മിനി സൗണ്ട് ബാർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് പോകാം. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സാമാന്യം ഒരു നല്ല വെയിറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അത്ര ഭയങ്കര ഒരു ഭാരമൊന്നുമില്ല, എന്നാൽ ഒരു ചെറിയ വെയിറ്റ് ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അങ്ങനെ ആയതുകൊണ്ട് ഒരു ചെറിയ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബിൽഡാണ്, ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ബിൽഡാണ്. അത് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കൺട്രോൾ ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ മോഡിലേക്ക് പോകാൻ പറ്റും. അതായത് ബ്ലൂടൂത്ത് മോഡ്, അല്ലെങ്കിൽ SD കാർഡ് ഇടുമ്പോൾ ആ ഒരു മോഡിലേക്ക് പോകാൻ സാധിക്കും. ഓക്സ് കേബിൾ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു മോഡിലേക്ക്, അങ്ങനെ പല മോഡുകൾ ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അടുത്തായിട്ടൊരു LED ഇൻഡിക്കേറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രൊഡക്റ്റിന്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ഓഫ് ബട്ടൺ നമുക്ക് ഇവിടെയാണ് ലഭിക്കുന്നത്. ഓക്സ് കേബിൾ കണക്ട് ചെയ്യാം, മൈക്രോ SD കാർഡ് ഇടാനായിട്ട് സാധിക്കും. നമുക്ക് ചാർജിങ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം സൈഡിലായിട്ട് 2 റബ്ബർ ബുഷുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്, എവിടെയെങ്കിലും വെക്കുമ്പോൾ ഇത് നിരങ്ങി പോയിരിക്കാൻ വേണ്ടിയാണ് ഈ റബ്ബർ ബുഷ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നന്നായിട്ടുണ്ട്. ഫ്രണ്ടിൽ സെൻട്രലായിട്ട് മിവിയുടെ ബ്രാൻഡിംഗ് ഉണ്ട്. സ്പീക്കറിന്റെ ഒരു സ്പീക്കർ ഗ്രില്ലിന് മുകളിലൂടെ ഒരു ക്ലോത്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ക്ലോത്ത് മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ള വശങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ച് കൺട്രോൾ ബട്ടൺസോ സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് നോക്കണം. ഞാനിത് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തായിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സൗണ്ട് ബാറിൽ. ഇത്രയും ചെറിയൊരു സൗണ്ട് 16 വാട്ട്സിൻ്റെ സൗണ്ട് ബാറിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിച്ചു. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. ഞാൻ മൊബൈലുമായിട്ട് തന്നെ പെയർ ചെയ്ത് കേൾപ്പിച്ച് തരാം. വളരെ ഈസി ആയിട്ട് മൊബൈലുമായിട്ട് നമുക്ക് പെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ പവർ ഓൺ ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പല മോഡുകൾ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സൗണ്ട് ബാർ മൊബൈലുമായിട്ട് പെയർ ആയിട്ടുണ്ട്. ഞാനിവിടെ NCSൽ യൂട്യൂബിലൊരു സോങ് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം. സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫുൾ വോളിയം ഇടുന്നില്ല, ഞാനൊരു 50% വോളിയം ഇട്ടിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 50% വോളിയത്തിലാണ്. സൗണ്ട് ഒക്കെ കേൾക്കാമല്ലോ. വോളിയം കൂടുതലാണ്. ഇപ്പം 90% വോളിയമാണ്. അപ്പോൾ ഇതൊരു റൂമിനുള്ളിലായതുകൊണ്ട് വലിയ റൂമല്ല, എന്നാലും സാമാന്യം നല്ല വലിപ്പമുള്ളൊരു റൂമാണ്. അപ്പോൾ അതിനുള്ളിൽ ഇതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ്, ഈ ഒരു ചെറിയ ഡിവൈസിൽ ഇത്രയും സൗണ്ട് എഫക്റ്റ് സൗണ്ട് വരുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ആ രീതിയിലുള്ളൊരു സൗണ്ട് എഫക്റ്റ് ഇതിന് ലഭിക്കുന്നുണ്ട്. ഇപ്പം 90% വോളിയത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ഒന്ന് പ്ലേ ചെയ്യാം.
ഫുൾ ഓളിയോ ഇടാവേ 100% ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞൻ ഡിവൈസിൽ നിന്നാണ് ഇത്രയും ഒരു സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു 100% വോളിയം ഇട്ടിട്ട് കേൾക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 80% എത്തുമ്പോൾ തന്നെ ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു മാക്സിമം വോളിയം ഔട്ട്പുട്ട് നമുക്കൊരു 80%-ൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ഈ 100%-ലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് സൗണ്ടിൽ ഒരു പതർച്ചയും ഒരു എരപ്പും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് ഉപയോഗിച്ചെടുത്തോളം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി, ഒരു സൗണ്ടിൻ്റെ ഒരു ലെവലും നമുക്ക് ഈ ഒരു സൗണ്ട് ബാറിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ സൗണ്ട് ബാർ എന്തിനാണ് വാങ്ങുന്നത്? നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഡിവൈസ് ട്യൂൺ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ട്രബിളും അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ബേസിനാണ് കൂടുതൽ പ്രാധാന്യം. നല്ലൊരു ബാസ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ ഇതിൽ 100% വോളിയത്തിൽ നമ്മൾ കേട്ടെന്ന് പറഞ്ഞാൽ സൗണ്ട് ബ്രേക്കിങ്ങോ ഡിസ്ട്രോഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഇതിൽ 2 പാസീവ് റേഡിയേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഹാൻഡ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സിരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ചില ഫീച്ചേഴ്സ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാമാന്യം നല്ല സൗണ്ട് ക്വാളിറ്റി, സാമാന്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1300 രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പം 16 വാട്ട്സിൻ്റെ ഒരു 1300 രൂപയ്ക്ക് കിട്ടുന്ന മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നല്ലൊരു സൗണ്ട് ക്വാളിറ്റി എല്ലാ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ മിവി ഇവിടെ മാക്സിമം നല്ല ക്വാളിറ്റിയിലുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന രീതിയിലാണ് ഈ ഒരു ഡിവൈസ് ട്യൂൺ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ബാസ് കൂടുതൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസിലേക്ക് പോകാം. പിന്നെ ഇതിൽ കുറവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബാസ് ട്രബിൾ ഒന്നും ഇക്വലൈസ് ചെയ്യാനുള്ള ഒരു ഇക്വലൈസർ സെറ്റപ്പ് ഒന്നും തന്നെ ഈ ഒരു ഡിവൈസിലില്ല. കാരണം ഇതൊരു മിനി സൗണ്ട് ബാർ ആണ്. അപ്പം ഇതിൽ ആ ഒരു ഫീച്ചേഴ്സും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മറ്റ് 1-2 കമ്പനികളുടെ പ്രൊഡക്റ്റ് ഈ 16 വാട്ട്സിൻ്റെ ചെക്ക് ചെയ്തപ്പം അതിലൊക്കെ തന്നെ ഈ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ഡിസ്പ്ലേ ഉള്ള ഡിവൈസുകളിലൊക്കെ തന്നെ വേറൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് സൗണ്ട് ഔട്ട്പുട്ട് ഇല്ല, സൗണ്ട് ക്വാളിറ്റി കൊള്ളത്തില്ല എന്നാണ്. പക്ഷേ ഈ ഡിവൈസിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിവിയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാം. ഇത് വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ മിവിയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ പറയത്തില്ല, പക്ഷേങ്കിൽ നമ്മളിത് മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് നമുക്ക് മിവിയുടെ പ്രൊഡക്റ്റിന്. എനിക്ക് തോന്നുന്നു ഇതിന് 1300 രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാർ മാത്രമല്ല 100 വാട്ട്സിൻ്റെയും അതേപോലെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള സൗണ്ട് ബാർസ് മിവിയുടെ അവൈലബിൾ ആണ്. ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സൗണ്ട് ബാർ അവിടെ നിന്ന് പ്രൈസ് ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കൂടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.